ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. നമസ്കാരം. ന്യൂ ജൻ ക്രൈസ്റ്റ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഹെഡിങ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് കട്ട ശോകമായിരിക്കും എന്നുള്ളത്. ഞാൻ മാത്രമല്ല, ഇന്ന് നിങ്ങൾ പത്രം എടുത്തു വെച്ച് വായിച്ചു നോക്കിയാലും TV തുറന്നു നോക്കിയാലും എല്ലായിടത്തും കേരള രാഷ്ട്രീയത്തിലെ കുലപതിയായിരുന്ന മാണി സാറിന്റെ മരണത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകളായിരിക്കും. അതുകൊണ്ട് മരണം എന്നുള്ള വേർഡ് ഇന്ന് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു വേർഡായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കും. അതുകൊണ്ട് ഞാനും മരണം തന്നെയാണ് ഇന്നും ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ചങ്ങാതി, പക്ഷെ ന്യൂ ജൻ ഡിക്ഷണറിയിൽ ഈ മരണം കൂട്ടി പറയുന്ന ഒരു ന്യൂ ജൻ വേർഡ് ഉണ്ട്. പക്ഷെ അത് എക്സ്ട്രീം ഹാപ്പിനെസിനെ അല്ലെങ്കിൽ എക്സ്ട്രീം എൻഡിനെയൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മരണമാസടാ നീ, മരണമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സൂപ്പറാണ് എന്നാണ് അർത്ഥം. മരണം എന്ന വേർഡിനെ പോലും ന്യൂജൻ പരിഷ്കരിച്ച് സന്തോഷമുള്ളൊരു പദമാക്കി മാറ്റിയിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിലും ഈ മരണത്തെ നമുക്ക് സന്തോഷമുള്ളതാക്കി മാറ്റാം. ഭൂമിയിൽ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരു ക്രൗണിങ് മൂവ്മെന്റ് ആണ്. കിരീടധാരണത്തിന്റെ സമയമാണ്. പൗലോസിലേക്ക് പറയുന്നത് പോലെ ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്നൊക്കെ പറയുന്നത് പോലെ ഫിനിഷിംഗ് ലൈനിലുള്ള നിന്റെ ആ ബ്രേക്ക് ചെയ്ത റിബൺ പൊട്ടിച്ച് കയറുന്ന ഒരു മൂവ്മെന്റ് ആണ് ശരിക്കും മരണം എന്ന് പറയുന്നത്. ഇത് സക്സസ് മൂവ്മെന്റ് ആയിട്ട് മാറണം. പക്ഷേ നല്ലപോലെ ഓടണം. ആ പരിശ്രമത്തെ ധ്യാനിക്കാൻ വേണ്ടിയിട്ട് ഈ ദിവസം നമുക്ക് സാധിക്കണം. റോബിൻ ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരന്റെ ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരിങ്ങനെയാണ്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആര് കരയും എന്നാണ് ഹെഡിങ്ങിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞ പുസ്തകത്തിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നീ മരിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ കരയണമെങ്കിൽ നീ ഭൂമിയിൽ അവർക്ക് ഒരു ഫീലിംഗ് കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത് നിന്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്താമെന്നാണ് പുസ്തകം പറയുന്നത്. ചങ്ങാതി, ഈ ഭൂമിയിലെ നിന്റെ ഏറ്റവും എനർജി ഉള്ള പീരീഡിലൂടെയാണ് നീ കടന്നു പോകുന്നത്. നിനക്കൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ദിനങ്ങളും വർഷങ്ങളും വരുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തിൽ നീ നിന്റെ ദൈവത്തെ അറിയുക. ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഒരു ഓട്ടമാണ് ജീവിതമെങ്കിൽ ആ ഓട്ടത്തിൽ ഏറ്റവും കൂടുതൽ ദൂരം നിനക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എനർജിയുള്ള ടൈമാണ് നിന്റെ യൗവനം എന്ന് പറയുന്നത്. ഈ സമയത്ത് ഓടാവുന്ന അത്ര ശക്തിയിൽ പൂർണ്ണതയോടെ ഓടാൻ വേണ്ടി ശ്രമിക്കുക. ഫിനിഷിംഗ് ലൈനിൽ റിബൺ പൊട്ടിക്കുന്ന ആ മരണം എന്ന് പറയുന്ന ക്രൗഡിംഗ് മൂവ്മെന്റിൽ നിനക്ക് വിക്ടറി ഭയങ്കരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ശ്രമിച്ചാൽ നിന്റെ മരണം ശരിക്കും ഒരു മരണമാസായി മാറും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ദിസ് ഈസ് RJ ഫാദർ സൈനിങ് ഓഫ്.